നടിയെ പീഡിപ്പിച്ച കേസിൽ മുൻകൂർ ജാമ്യം എടുത്തിട്ടും രക്ഷയില്ല. നടനും ഇടത് എംഎൽഎയുമായ മുകേഷിന് പിന്നാലെ ഇപ്പോഴത്തെ നടൻ മണിയംപിള്ള രാജുവും കുരുക്കിലായിരിക്കുന്നു. ആലുവ സ്വദേശിനിയായ നടിയുടെ പീഡന പരാതിയിൽ അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചതോടെയാണ് സാഹചര്യ തെളിവുകളും ഡിജിറ്റൽ തെളിവുകളെല്ലാം നടൻ മണിയംപിള്ള രാജുവിനും മുകേഷിനുമൊക്കെ ഇപ്പോൾ എതിരായിരിക്കുന്നത്. ഇപ്പോഴത്തെ നടൻ മണിയംപിള്ള രാജുവിനെതിരെ പ്രത്യേക അന്വേഷണ സംഘം എറണാകുളം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ്. നടനെതിരെ സാഹചര്യ തെളിവുകളുണ്ടെന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. നടനും എംഎൽഎയുമായ മുകേഷിനെതിരെ ഡിജിറ്റൽ തെളിവുകളുണ്ടെന്നും ഈ കുറ്റപത്രത്തിൽ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. നടിയുടെ പരാതിയിൽ നടന്മാരായ മുകേഷ്, ഇടവേള ബാബു, അഡ്വക്കേറ്റ് വി എസ് ചന്ദ്രശേഖർ എന്നിവരുടെ പേരിൽ ബലാത്സംഗത്തിനും സ്ത്രീത്വത്തെ അപമാനിച്ചതിനും നടൻ മണിയംപിള്ള രാജു, പ്രൊഡക്ഷൻ കൺട്രോളർമാരായ വിച്ചു, നോബൽ എന്നിവരുടെ പേരിലുമാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. മരടിലെ വില്ലയിൽ വെച്ച് നടിയെ പീഡിപ്പിച്ചു എന്ന പരാതിയിലാണ് മുകേഷിനെതിരെ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് അമ്മയിൽ അംഗത്വം നൽകാമെന്ന് ഉറപ്പ് നൽകി തന്നെ ലൈംഗികമായി ഉപയോഗിച്ചു എന്നാണ് നടൻ മുകേഷിനെതിരെ നൽകിയിരിക്കുന്ന പരാതി. മുകേഷിനെതിരെ ഉയർന്ന എല്ലാ ആരോപണങ്ങളും തെളിഞ്ഞുവെന്നും ഇമെയിൽ സന്ദേശങ്ങളും വാട്സപ്പ് ചാറ്റുകളും ഉൾപ്പെടെയുള്ള ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെ ലഭിച്ചിട്ടുണ്ട് എന്നാണ് അന്വേഷണ സംഘം ഇപ്പോൾ ഈ കുറ്റപത്രത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതേസമയം മുകേഷിനെതിരെ ആലുവ സ്വദേശിയെ നടി ആരോപിച്ച കുറ്റം തെളിഞ്ഞതായി തന്നെയാണ് കുറ്റപത്രത്തിൽ വ്യക്തമാക്കുന്നത്. പരാതിയിൽ എംഎൽഎക്കെതിരെ ഡിജിറ്റൽ തെളിവുകളുണ്ടെന്നും എറണാകുളം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഈ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. പരാതിക്കാരിയുമായി നടത്തിയ വാട്സപ്പ് ചാറ്റുകളും ഇമെയിൽ സന്ദേശങ്ങളും ഡിജിറ്റൽ തെളിവുകളായി സ്വീകരിച്ചിരിക്കുകയാണ്. അതായത് നടിയും മുകേഷും ഇരുവരും ഒന്നിച്ച് യാത്ര ചെയ്തതടക്കമുള്ള സാഹചര്യ തെളിവുകളും സാക്ഷി മൊഴികളും അടക്കം ലഭിച്ചിട്ടുണ്ടെന്ന് ഈ കുറ്റപത്രത്തിൽ വ്യക്തമാക്കുന്നു. പീഡനത്തിന് പുറമെ ലൈംഗിക അതിക്രമത്തിന്റെ വകുപ്പുകളടക്കം ചുമത്തിയിരിക്കുകയാണ്. അതായത് സിനിമയിൽ അവസരം നൽകാമെന്നും താരസംഘടന അമ്മയിൽ അംഗത്വം വാഗ്ദാനം ചെയ്തും മുകേഷ് പല സ്ഥലങ്ങളിലും വെച്ച് പീഡിപ്പിച്ചെന്നാണ് നടിയുടെ പരാതി. നടിയുടെ പരാതിയിൽ ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് 29-ന് മരട് പോലീസാണ് ആദ്യം കേസെടുത്തത്. കേസുമായി ബന്ധപ്പെട്ട് നടിയുടെ രഹസ്യമൊഴിയടക്കം രേഖപ്പെടുത്തിയിരുന്നു. ഈ കേസിൽ മുകേഷിന്റെ കോടതി മുൻകൂർ ജാമ്യം അനുവദിക്കുകയായിരുന്നു. 2010-ലായിരുന്നു പരാതിക്ക് അടിസ്ഥാനമായ സംഭവം നടന്നത്. തൃശൂർ വടക്കാഞ്ചേരിയിൽ വെച്ചും സമാനമായ സംഭവങ്ങൾ ആവർത്തിച്ചെന്ന് നടി പറഞ്ഞതോടെ അവിടെയും കേസ് രജിസ്റ്റർ ചെയ്തു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെ പല നടന്മാർക്കുമെതിരെ പരാതികളൊക്കെ ഉയർന്നെങ്കിലും ഒരു നടനെതിരെ വ്യക്തമായി പരാതിയുമായി രംഗത്തെത്തിയത് ആലുവ സ്വദേശിയ നടിയായിരുന്നു. എന്നാൽ ഒരു ഘട്ടത്തിൽ നടി ഈ പരാതിയിൽ നിന്ന് പിന്നോക്കം പോകുന്ന സാഹചര്യം അടക്കമുണ്ടായി. ഇത് അന്വേഷണ സംഘത്തിന് അല്പം ആശങ്ക സൃഷ്ടിച്ചെങ്കിലും പഴുതടച്ച അന്വേഷണത്തിലൂടെയാണ് തെളിവുകളെല്ലാം ശേഖരിച്ചത്. ഇപ്പോൾ ഈ തെളിവുകളെല്ലാം തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കുറ്റപത്രമാണ് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.